ഇസ്രായേൽ സൈന്യത്തിന്റെ ക്രൂരമായ ആക്രമണങ്ങൾ ഗാസയിൽ തുടരുകയാണ്. ഗാസയിലെ മാനുഷിക ദുരന്തം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നതിനിടെ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവെപ്പിൽ 15 വയസ്സുള്ള ഒരു പലസ്തീനി ബാലന് ഗുരുതരമായി പരിക്കേറ്റു. ഭക്ഷണത്തിനായി തിരയുന്നതിനിടെയാണ് ഈ ക്രൂരമായ ആക്രമണം നടന്നത്. വെടിയേറ്റ കുട്ടിയുടെ ഇടതുകണ്ണിന് കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഈ സംഭവം ഗാസയിലെ സാധാരണക്കാരുടെ ദുരിതം എത്രമാത്രം ഭീകരമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. GHF സൈറ്റിന് സമീപം കുടുംബത്തിന് ഭക്ഷണം തേടിപ്പോയ അബ്ദുൾ റഹ്മാൻ അബു ജസാറിനാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വെടിയേറ്റത്. ഇസ്രായേൽ സൈന്യം തന്റെ കണ്ണിലേക്ക് നേരിട്ട് വെടിയുതിർക്കുകയായിരുന്നുവെന്ന് അബ്ദുൾ റഹ്മാൻ അൽ ജസീറയോട് വെളിപ്പെടുത്തി. വെടിയേറ്റ് നിലത്ത് വീണതിനു ശേഷവും സൈനികർ തനിക്ക് നേരെ വെടിയുതിർത്തുകൊണ്ടേയിരുന്നു. താൻ മരിക്കാൻ പോകുകയാണെന്ന് തോന്നിയെന്നും അബ്ദുൾ റഹ്മാൻ പറഞ്ഞു. ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തിന് ഉടൻ തന്നെ ചികിത്സ ലഭ്യമാക്കി. എന്നാൽ ഇടതു കണ്ണിന്റെ കാഴ്ച തിരികെ ലഭിക്കാൻ സാധ്യതയില്ലെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. ഇസ്രായേൽ ആക്രമണവും ഉപരോധവും കാരണം ഗാസയിൽ മരണസംഖ്യ കുത്തനെ കൂടുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 119 പേരുടെ മൃതദേഹങ്ങളാണ് ആശുപത്രികളിൽ എത്തിയത്. ഇതിൽ 15 പേരുടെ മൃതദേഹങ്ങൾ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് കണ്ടെത്തിയത്. 886 പേർക്ക് പരിക്കേറ്റതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഭക്ഷണം വാങ്ങാൻ സഹായ കേന്ദ്രങ്ങളിൽ എത്തിയ സാധാരണക്കാർ കൂട്ടമായി വെടിയേറ്റ് മരിക്കുന്ന സംഭവങ്ങളും വർദ്ധിച്ചു വരികയാണ്. കൊല്ലപ്പെട്ട 119 പേരിൽ 65 പേരും ഭക്ഷണത്തിനായി കാത്തുനിന്നവരാണ്. ഇവർക്ക് നേരെ ഇസ്രായേൽ സൈന്യം വെടിയുതിർക്കുകയായിരുന്നു. ഈ ആക്രമണത്തിൽ 511 പേർക്ക് പരിക്കേറ്റു. ഇതോടെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ ആകെ എണ്ണം 60,839 ആയി. പരിക്കേറ്റവരുടെ എണ്ണം 149 ലക്ഷം കവിഞ്ഞു. വെള്ളിയാഴ്ചയും സഹായം തേടിയെത്തിയ 22 പേർ ഉൾപ്പെടെ 44 പേരെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയിരുന്നു. സഹായം എത്തിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഗാസയിലെ ഗുരുതരമായ മാനുഷിക പ്രതിസന്ധി കണക്കിലെടുത്ത് യൂറോപ്യൻ രാജ്യങ്ങൾ വ്യോമമാർഗം ഭക്ഷണം എത്തിക്കാൻ തുടങ്ങി. സ്പെയിൻ, ജർമ്മനി, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്ക് പിന്നാലെ ബെൽജിയവും ഈ ദൗത്യത്തിൽ പങ്കുചേർന്നു. ഇതാദ്യമായാണ് ബെൽജിയം ഭക്ഷണവും മറ്റ് അവശ്യ വസ്തുക്കളും വ്യോമമാർഗം ഗാസയിൽ എത്തിക്കുന്നത്. ജോർദാൻ നൽകിയ സഹായത്തിലൂടെയാണ് ഈ രാജ്യങ്ങൾ ഭക്ഷണ വിതരണം നടത്തിയത്. ട്രക്കുകൾ വഴി ഭക്ഷണം എത്തിക്കുന്നതിനേക്കാൾ 100 മടങ്ങ് ചെലവ് കൂടുതലാണ് വ്യോമമാർഗം ഭക്ഷണം എത്തിക്കുന്നത്. ഈ രാജ്യങ്ങളുടെ സഹായം ഗാസയിലെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഒരു ചെറിയ ആശ്വാസമാകുന്നു. ഗാസയിലെ മാനുഷിക പ്രതിസന്ധി വർദ്ധിക്കുമ്പോൾ സാധാരണക്കാരായ ആളുകൾക്കെതിരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനമാണ്. യുദ്ധത്തിൽ സാധാരണക്കാരെ സംരക്ഷിക്കാൻ അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ ഭക്ഷണത്തിനായി കാത്തു നിൽക്കുന്നവർക്ക് നേരെ വെടിയുതിർക്കുന്നതും കുട്ടികളെ ആക്രമിക്കുന്നതും ഈ നിയമങ്ങളെ പരസ്യമായി ധിക്കരിക്കുന്നതിന് തുല്യമാണ്. ഈ സംഭവങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയും മറ്റ് മനുഷ്യാവകാശ സംഘടനകളും ശക്തമായ നിലപാട് എടുക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. അബ്ദുൾ റഹ്മാൻ അബു ജസാറിനെ പോലുള്ള കുട്ടികൾക്ക് നേരിട്ടുള്ള ശാരീരിക പരിക്കുകൾക്ക് പുറമെ കടുത്ത മാനസികാഘാതങ്ങളും ഉണ്ടാകുന്നുണ്ട്. നിരന്തരമായ യുദ്ധവും ആക്രമണങ്ങളും കാരണം ഗാസയിലെ കുട്ടികളിൽ ഭൂരിഭാഗവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ സാഹചര്യങ്ങൾ അവരുടെ ഭാവിയെയും സാധാരണ ജീവിതത്തെയും സാരമായി ബാധിക്കുന്നു. ഇത്തരം കുട്ടികൾക്ക് ശാരീരിക ചികിത്സയ്ക്ക് പുറമെ മാനസികാരോഗ്യ ചികിത്സയും അനിവാര്യമാണ്. എന്നാൽ ഗാസയിലെ പരിമിതമായ ചികിത്സാ സൗകര്യങ്ങൾ കാരണം ഈ സേവനങ്ങൾ പലപ്പോഴും ലഭ്യമാകാറില്ല. ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നതിന് ബെൽജിയം ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ പ്രശംസനീയമാണ്. എങ്കിലും ഈ പ്രവർത്തനങ്ങൾ വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ട്രക്കുകൾ വഴി ഭക്ഷണം എത്തിക്കുന്നതിൽ ഇസ്രായേലിന്റെ നിയന്ത്രണങ്ങളും ആക്രമണങ്ങളും ഒരു പ്രധാന പ്രശ്നമാണ്. അതുകൊണ്ടാണ് വ്യോമമാർഗം സഹായം എത്തിക്കാൻ പല രാജ്യങ്ങളും ശ്രമിക്കുന്നത്. എന്നാൽ ഈ മാർഗം വളരെ ചെലവേറിയതും സുരക്ഷിതമല്ലാത്തതുമാണ്. വിതരണ സ്ഥലങ്ങളിൽ കൃത്യമായി എത്തിക്കാൻ സാധിക്കാത്തതും അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. ഇസ്രായേൽ സൈന്യം ഇത്തരം ആക്രമണങ്ങളെ ന്യായീകരിക്കുന്നത് പലപ്പോഴും ഹമാസ് ഭീകരരെ ലക്ഷ്യമിട്ടാണെന്നാണ്. സാധാരണക്കാർക്കിടയിൽ ഹമാസ് പ്രവർത്തകരുണ്ടെന്നും സ്വയം രക്ഷാർത്ഥം വെടിയുതിർക്കേണ്ടി വന്നുവെന്നും ഇസ്രായേൽ വാദിക്കുന്നു. എന്നാൽ ഈ ന്യായീകരണങ്ങൾ അന്താരാഷ്ട്ര സമൂഹം പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല. ഭക്ഷണത്തിനായി കാത്തുനിൽക്കുന്ന നിരായുധരായ ജനങ്ങൾക്ക് നേരെ വെടിയുതിർക്കുന്നത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. ഗാസയിലെ സംഭവ വികാസങ്ങളിൽ ലോകരാജ്യങ്ങളുടെ പ്രതികരണം വിവിധങ്ങളായിരിക്കും. യൂറോപ്യൻ രാജ്യങ്ങൾ മാനുഷിക സഹായം നൽകാൻ മുന്നോട്ട് വരുമ്പോൾ അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾ ഇസ്രായേലിന് സൈനിക സഹായം നൽകുന്നത് തുടരുന്നു. ഇത് പല രാജ്യങ്ങളുടെയും നിലപാടുകളിൽ ഇരട്ടത്താപ്പുണ്ടോ എന്ന ചോദ്യം ഉയർത്തുന്നു. ഈ വിഷയത്തിൽ വ്യക്തമായ ഒരു അന്താരാഷ്ട്ര നിലപാട് രൂപപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. ഗാസയിലെ ദുരന്തങ്ങൾക്ക് ഒരു താൽക്കാലിക പരിഹാരം പോരാ, ഒരു ദീർഘകാല പരിഹാരമാണ് വേണ്ടത്. യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇരുപക്ഷവും തമ്മിലുള്ള ചർച്ചകൾ അനിവാര്യമാണ്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അത്തരമൊരു സാധ്യത വളരെ കുറവാണ്. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടലുകളിലൂടെയും ശക്തമായ നയതന്ത്ര നീക്കങ്ങളിലൂടെയും മാത്രമേ ഈ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കൂ. ഗാസയിലെ യഥാർത്ഥ വിവരങ്ങൾ ലോകത്തെ അറിയിക്കുന്നതിൽ അൽ ജസീറ പോലുള്ള മാധ്യമങ്ങൾ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. വാർത്താ റിപ്പോർട്ടിങ്ങിനായി ജീവൻ പണയപ്പെടുത്തിയാണ് മാധ്യമപ്രവർത്തകർ ഗാസയിൽ പ്രവർത്തിക്കുന്നത്. ഈ വിവരങ്ങൾ ലോകത്തിന് മുന്നിൽ എത്തുമ്പോൾ മാത്രമേ ഗാസയിലെ ദുരിതങ്ങൾക്കെതിരെ പൊതുജന ശ്രദ്ധയും സമ്മർദ്ദവും ഉയർത്താൻ സാധിക്കൂ. സത്യസന്ധമായ റിപ്പോർട്ടിങ്ങിന്റെ പ്രാധാന്യം ഈ സംഭവങ്ങൾ എടുത്തു കാണിക്കുന്നു.